ഇതുവരെ വാർത്തകളിലായിരുന്നു. ഇനി വാർത്താ വിശകലനത്തിലേക്ക് വരികയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് സഹായം കിട്ടിയേ തീരൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യ തലസ്ഥാനത്ത് രാപ്പകൽ സമരം ആരംഭിച്ചു. 298 പേരുടെ മരണത്തിന് ഇടയാക്കിയ ദുരന്തത്തിൽ ഒരു സഹായവും കേന്ദ്ര സർക്കാർ ചെയ്യാത്ത സാഹചര്യത്തിലാണ് സമരം. പാർലമെന്റ് കെട്ടിടത്തിനും പ്രധാനമന്ത്രിയുടെ വസതിക്കും മുമ്പിൽ എന്ന പരികൽപ്പനയിൽ ദില്ലിയിലെ സമര മൈതാനിയായ ജന്തർ മന്ദറിലാണ് സമരം നടക്കുന്നത്. LDF നടത്തുന്ന സമരത്തിൽ ദുരന്തബാധിതരുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം കേരളവും ഇന്ത്യയിലാണ് എന്ന ഓർമ്മിപ്പിക്കലുമായി നാളെ സംസ്ഥാനത്ത് കേന്ദ്ര ഓഫീസുകൾ LDF പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനം ഉപരോധ സമാനമായ വിവേചനത്തിനെതിരെ സമരപാതയിൽ. ഇത് വയനാടും ഇന്ത്യയിലാണ് എന്ന് ആ മലയോര ജില്ലയുടെ പ്രതിനിധികൾ ദില്ലിയിൽ വിളിച്ചു പറയുന്ന രാത്രി, നാളെ പിറക്കാൻ പോകുന്നത് കേരളവും ഇന്ത്യയിലാണ് എന്ന് മലയാളക്കര വിളിച്ചു പറയാൻ പോകുന്ന പകൽ. വയനാടിൻ്റെ സമരത്തെ, കേരളത്തിൻ്റെ സമരത്തെ രാഷ്ട്രീയ ചേരികൾ എങ്ങനെ കാണുന്നു, നിരീക്ഷകർ എങ്ങനെ വിലയിരുത്തുന്നു? അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് CPIM-ൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖ്, ഒപ്പം തന്നെ BJP-യുടെ പ്രിന്റു മഹാദേവ്, ഒപ്പം സാമ്പത്തിക വിദഗ്ധനും മാധ്യമ പ്രവർത്തകനുമായ ജോർജ് ജോസഫ്. ഞാൻ ആദ്യം തന്നെ ദില്ലിയിൽ നിന്ന്, സമരവേദിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്ന റഫീഖിലേക്ക് പോവുകയാണ്. റഫീഖ്, നെടുനാൾ കാത്തിരുന്നതിന് ശേഷം ഒന്നും കിട്ടാത്ത വയനാടിൻ്റെ പ്രതിനിധികൾ ഇതാ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് സമരം നടത്തുന്നു. രാപ്പകൽ സമരം ഇന്ന് രാവിലെ ആരംഭിച്ചിരിക്കുന്നു. നാളെ അത് അവസാനിക്കും. വലിയ ഒരു ഐക്യദാർഢ്യം ദേശീയ തലത്തിൽ തന്നെ സമരത്തിന് കിട്ടുന്നതാണ് ഇന്നവിടെ കണ്ടത്. ഇന്ന് അവിടെ സമരവേദിയിൽ നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മലയാളികളോട് എന്തു പറയാനുണ്ട്? സമരം ചെയ്യുന്നവരുടെ വികാരം, ഐക്യദാർഢ്യങ്ങൾ ദേശീയ തലത്തിൽ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ നേതാക്കൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്കൊക്കെ തോന്നുന്ന വികാരം എന്താണ് റഫീഖ്? അല്ല, ഇവിടെ ഇങ്ങനെയൊരു സമരം ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമായൊരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്നതിന് തെളിവായിക്കൊണ്ടാണ്. ദുരന്തബാധിതർക്കുൾപ്പെടെ ഡൽഹിയിൽ വന്ന് സമരം ചെയ്യേണ്ടി വരുന്ന വല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ് എത്തിച്ചിരിക്കുന്നത്. ദുരന്തമുണ്ടായി 7 മാസങ്ങളാവുകയാണ്. എന്നാൽ ഒരു നയാ പൈസ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്ന് നമ്മുടെ അനുഭവമാണ്. കേന്ദ്ര സർക്കാർ ഈ വയനാടിലെ, അതുപോലെ ചൂരൽമലയിലെ, മുണ്ടക്കൈയിലെ ജനങ്ങളെ ഇന്ത്യൻ പൗരന്മാരായി പോലും കാണുന്നില്ല എന്നത് അങ്ങേയറ്റം ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ പ്രയാസത്തോടു കൂടി മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ദുരന്തത്തിൽ വലിയ വാഗ്ദാനങ്ങൾ പ്രധാനമന്ത്രി നേരിട്ടെത്തി നൽകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഒരു വാഗ്ദാനവും അദ്ദേഹം പാലിച്ചില്ല എന്ന് മാത്രമല്ല, നമുക്ക് അർഹമായി ലഭിക്കേണ്ട സാമ്പത്തിക വിഹിതവും സഹായവും കിട്ടാതിരിക്കാനുള്ള നിലപാടും അവർ സ്വീകരിച്ചു എന്നതാണ് കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ള അങ്ങേയറ്റം ക്രൂരമായ നിലപാട് എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പ്രധാനമായും ആവശ്യപ്പെട്ടത് NDRF-ൻ്റെ ഭാഗമായുള്ള പണം നൽകണമെന്നതായിരുന്നു. എന്നാൽ 1 രൂപ പോലും അതിൻ്റെ ഭാഗമായി നൽകാൻ വേണ്ടി തയ്യാറായില്ല. PDNA പ്രകാരം നമ്മൾ കൃത്യമായ കണക്ക് പിന്നീട് കൊടുത്തു. അതുമായി ബന്ധപ്പെട്ടും ഇതുവരെ പണം ലഭിച്ചിട്ടില്ല. 1 രൂപ പോലും നൽകാൻ തയ്യാറായില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇതേ സമയത്ത് തന്നെ മറ്റു ചില ദുരന്തങ്ങളുണ്ടായി. ത്രിപുരയിൽ മരണപ്പെട്ടത് 25 പേരാണ്. ത്രിപുരയിൽ 25 പേർ മരണപ്പെട്ടപ്പോൾ ദുരന്തമുണ്ടായി 7ാമത്തെ ദിവസമാണ് 40 കോടി അവിടെ നൽകുന്നത്. ഇവിടെ 300 പേരിലധികം മരണപ്പെട്ടിരിക്കുന്നു. ഒരുപാട് പേരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടത്തേക്ക് ഒരു പൈസ പോലും തരുന്നില്ല. അതേപോലെ തന്നെയാണ് ആന്ധ്രയും തെലുങ്കാനയും. 2 സ്ഥലത്തും കൂടെ 37 പേരാണ് മരണപ്പെട്ടത്. 3448 കോടി രൂപയാണ് NDRF-ൻ്റെ ഭാഗമായി തന്നെ അവിടെ കേന്ദ്രം നൽകുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇവിടെ
ഇത്രയും ആളുകൾ മരണപ്പെട്ടു, 7 മാസം കഴിയുന്നു, അപ്പോഴും ഒരു പണവും നൽകാൻ വേണ്ടി തയ്യാറാവാത്ത നിലയാണ് സ്വീകരിക്കുന്നത്. ഒന്ന്. രണ്ടാമത് നമ്മൾ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. കേന്ദ്രത്തിനോട് എന്തുകൊണ്ടാണ് സമരം ചെയ്യേണ്ടി വരുന്നത് എന്നത് വളരെ ഗൗരവമായി കേരളീയ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. രണ്ടാമത് നമ്മൾ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ദേശീയ ദുരന്ത നിവാരണ നിയമം സെക്ഷൻ 13 പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ വേണ്ടി സാധിക്കും. എന്നാൽ അങ്ങനെ ഒരു ഉത്തരവിറക്കാൻ വേണ്ടി പോലും അവർ തയ്യാറാവുന്നില്ലല്ലോ. എത്രമാത്രം മനുഷ്യത്വരഹിതമായിട്ടാണ് അവർ പെരുമാറുന്നതിന് തെളിവാണല്ലോ. ഒരു ഉത്തരവിറക്കിയാൽ കുറേ ആളുകളുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് സാധിക്കും. ആ നിലയിൽ സംസ്ഥാനത്തൊരു മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്. കേരള ബാങ്ക് അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ സ്വന്തം ബാങ്കായിട്ടുള്ള കേരള ബാങ്ക് അവിടെയുള്ള കടങ്ങൾ എഴുതിത്തള്ളുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിന് മുമ്പിൽ ഇങ്ങനെയൊരു ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചത്. കേന്ദ്രം ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം, നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നുള്ള കടങ്ങൾ എഴുതിത്തള്ളാൻ ആവശ്യമായ നിലപാടെടുക്കണം. തയ്യാറായില്ല. പിന്നീട് നമ്മൾ നേരത്തെ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു തീവ്ര സ്വഭാവമുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നത്. അതിനും ആദ്യഘട്ടത്തിൽ തയ്യാറായില്ലല്ലോ. ആദ്യഘട്ടത്തിൽ ഈ വിഷയം വളരെ ഗൗരവമായി നിൽക്കുന്ന സമയത്തായിരുന്നു ഇത് പ്രഖ്യാപിച്ചിരുന്നെങ്കിലോ 1 കോടി രൂപ വരെ എല്ലാ MP-മാർക്കും, രാജ്യസഭയിലും ലോക്സഭയിലുമുള്ള MP-മാർക്ക് 1 കോടി രൂപ വരെ MP ഫണ്ടിൽ നിന്ന് നീക്കിവെക്കാൻ വേണ്ടി കഴിയും. സർക്കാരിന് പുതുതായി പണം അനുവദിക്കേണ്ടതില്ല, MP ഫണ്ട് നീക്കിവെക്കാൻ വേണ്ടി കഴിയും. പക്ഷെ അതിനും തയ്യാറായില്ല. അപ്പോൾ ഈ നിലയിൽ ഒരു തരത്തിലും സഹായം കിട്ടരുതെന്ന നിലപാട് സ്വീകരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നിങ്ങൾ നോക്കൂ, ആ ദുരന്ത ബാധിതരോട് അങ്ങേയറ്റം അവജ്ഞയോടുകൂടി അവരെ പരിഹസിക്കുന്ന നിലയിലാണല്ലോ കേന്ദ്രം അവസാനം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ വായ്പ നൽകാം. ആ വായ്പ തന്നെ 45 ദിവസം കൊണ്ട്, അതായത് മാർച്ച് 31-നകം പൂർണ്ണമായി ചെലവഴിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്താലാണ് പണം അനുവദിക്കുക, വായ്പ അനുവദിക്കുക എന്ന് പറയാനുള്ളത്. നിങ്ങൾ നോക്ക്, വായ്പയാണോ നമുക്ക് തരേണ്ടത്? നമുക്ക് തരേണ്ടത് യഥാർത്ഥത്തിൽ NDRFൻ്റെ ഭാഗമായിട്ട് നമ്മൾ 2000 കോടി നമ്മൾ ആവശ്യപ്പെട്ടു. ബഡ്ജറ്റിലും ഏറ്റവും ഒടുവിൽ നടന്ന ബഡ്ജറ്റിലെങ്കിലും പ്രഖ്യാപിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഗവൺമെൻറ് പല തവണകളിലായി പ്രധാനമന്ത്രിയെ കണ്ടാവശ്യപ്പെട്ടു. കേന്ദ്ര മന്ത്രിമാരെ ഇവിടെയുള്ള മന്ത്രിസഭാ സമിതികൾ പോയി കണ്ടു. അതുപോലെ മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ചു. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ കൃത്യമായി പദ്ധതി സമർപ്പിച്ചു. PDNA പ്രകാരമുള്ള കൃത്യമായി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സമർപ്പിച്ചു. ഇതെല്ലാം ചെയ്തു. ഏറ്റവും ഒടുവിൽ ബഡ്ജറ്റിൻ്റെ ഭാഗമായി 2000 കോടി രൂപ അനുവദിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. ഒരു നയാ പൈസ അനുവദിച്ചു. നിങ്ങൾ നോക്കൂ, ഈ ബഡ്ജറ്റിൽ തന്നെ 11,500 കോടി രൂപയാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട മുൻകരുതൽ എന്ന നിലയിൽ ബീഹാറിന് നൽകിയിട്ടുള്ളത്. ബീഹാറിന് 11,500 കോടി രൂപ മുൻകരുതൽ എന്ന നിലയിൽ കൊടുക്കുമ്പോൾ ഇവിടെ ദുരന്തമുണ്ടായി 300-ലധികം ആൾ മരണപ്പെട്ടു, ജീവനോപാധികൾ നഷ്ടപ്പെട്ടു, അവരുടെ അച്ഛനെ നഷ്ടപ്പെട്ട മക്കൾ, അമ്മയെ നഷ്ടപ്പെട്ട മക്കൾ, മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ, വല്ലാത്തൊരു ദുരന്തമല്ലേ ഉണ്ടായിട്ടുള്ളത്? വേദനയോടുകൂടിയല്ലാതെ മനുഷ്യത്വമുള്ള എല്ലാവർക്കും അതിനെക്കുറിച്ച് ഓർക്കാൻ വേണ്ടി കഴിയുമോ? എന്നാൽ മനുഷ്യത്വം തൊട്ടു തീണ്ടിയില്ലാത്ത നിലയിലാണ് കേന്ദ്ര നിലപാട് സ്വീകരിക്കുന്നത്. അവിടെയാണ് ദുരന്തബാധിതർക്കുൾപ്പെടെ ഈ ഡൽഹിയിലേക്ക് എത്തുകയും സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടിയും വരികയും ചെയ്യുന്നത്. ഈ പ്രക്ഷോഭം ജനങ്ങളുടെ പ്രക്ഷോഭമാണ്. ആ നിലയിൽ ദുരന്തബാധിതർ ഉൾപ്പെടെ അണിനിരക്കുന്ന പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. നമ്മൾ അതിൽ അർഹതപ്പെട്ട നിയമപരമായി തന്നെ തരേണ്ട പണമാണ്. ആ പണം തരുന്നില്ല എന്നിടത്താണ് നമ്മുടെ പ്രധാനപ്പെട്ട വിമർശനവും പ്രതിഷേധവും ഉള്ളത്. ആ പ്രതിഷേധത്തിന് വലിയ ഐക്യദാർഢ്യമാണ് സമരത്തിൻ്റെ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ വിവിധ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നെല്ലാമുള്ള DMK-യുടെ ഭാഗമായുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമായി വരുന്നു. തമിഴ്നാട്ടിലെ MP-മാർ ഇതിൻ്റെ ഭാഗമായി വരുന്നു. ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാർ, രാജ്യസഭാ കക്ഷി നേതാവ് ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ മറ്റ് MP-മാരും നേതാക്കന്മാരും എല്ലാം എത്തിച്ചേരുന്നു. കർഷക സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഉൾപ്പെടെ ഇതിന് എത്തിച്ചേരുന്നു. ആ നിലയിൽ ഒരു നാടിൻ്റെ പ്രതിഷേധമായി ഈ സമരം മാറിയിരിക്കുന്നു. തീർച്ചയായും ഇത് നാടിനു വേണ്ടിയുള്ള, അർഹതപ്പെട്ട പണത്തിന് വേണ്ടിയുള്ള, പുനരധിവാസത്തിന് വേണ്ടിയുള്ള, ജീവിക്കാൻ വേണ്ടിയുള്ളൊരു പോരാട്ടം എന്ന നിലയിലാണ് ദുരന്തബാധിത പോരാട്ടം ഇടതുപക്ഷം ഏറ്റെടുത്തിട്ടുള്ളത്. റഫീഖ്, തിരിച്ചു വരാം. പ്രിന്റു മഹാദേവ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി ഞങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട്, ഞങ്ങളും ഈ നാട്ടിലെ പൗരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമം എന്ന് തന്നെ പറയാവുന്ന ഇന്ത്യയുടെ ഹൃദയം എവിടെയാണ് എന്ന് ഗാന്ധി പറഞ്ഞുവോ ആ കാറ്റഗറിയിൽ തന്നെ വരുന്ന ഒരു ഗ്രാമപ്രദേശം പോലെയുള്ള ഒരു ജില്ലയിൽ നിന്ന് ജനപ്രതിനിധികളും ദുരന്തബാധിതരും സ്ത്രീകളും ഒക്കെ അടക്കം, കുട്ടികളും അടക്കം ഉള്ളവർ എത്തി
രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഒരു സമരം നടത്തേണ്ടി വരുന്നു, ഒരു സങ്കട സമരം നടത്തേണ്ടി വരുന്നു, ഒരു അവകാശ സമരം മഹാസങ്കടം ചൂഴ്ന്നു നിൽക്കുന്ന തരത്തിൽ നടത്തേണ്ടി വന്നിരുന്നു. എന്തുകൊണ്ട് ഈ ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു രൂപ പോലും കേന്ദ്രത്തിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല? പകരം ഒരു കടം കൊടുത്തുകൊണ്ട് അത് മാർച്ച് 31-നകം തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിഹാസ്യമായ നിലയിലേക്ക് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ എത്തി? കേന്ദ്ര സർക്കാരിൻ്റെ അതിനെ നയിക്കുന്ന BJPയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക്, വക്താവ് എന്ന നിലയ്ക്ക് മാഷെ എന്തു പറയാനുണ്ട്? അല്ല, ഇതിനകത്ത് ഒന്നാമത് ഇന്ന് നമ്മുടെ രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരം, അതിനപ്പുറത്തേക്ക് കേരളത്തിന് ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ള പൊതു പല്ലവിയുടെ ആവർത്തനം എന്ന രീതിയിലുള്ള ഒരു ഇരവാദം, ആ ഇരവാദത്തിന് ശക്തി കൂട്ടാൻ വേണ്ടി ഒരു വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഡൽഹിയിൽ നടത്തുന്ന സമരം, അതിനപ്പുറത്തേക്ക് കേന്ദ്രമൊന്നും തന്നില്ല എന്ന് ഇവിടെ സാമാന്യ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. എന്ത് തന്നു? നമുക്കറിയാം വയനാടിന് എന്ത് കൊടുത്തു? അല്ല, പറയാം സാർ. ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കം നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് 290 ചില്ലാൻ ആളുകൾ സമരം നടത്തുന്ന സമയത്ത് ഈ പാർലമെന്റിനകത്ത് നമ്മുടെ 19 MP-മാരും രാജ്യസഭ MP-മാരും ഉണ്ടായിരുന്നു. എന്താ ഈ ഒരു വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ പാർലമെന്റിനകത്ത് ഇവർക്ക് സാധിച്ചില്ലല്ലോ? എന്ത് കൊടുത്തു എന്നിടത്ത് പറഞ്ഞിട്ട് അതിലേക്ക് പോകാം. എന്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് താങ്കൾക്ക് പറയാനുള്ള എന്ത് വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം. വയനാടിന് എന്ത് കൊടുത്തു? ഈ രാത്രിയിൽ വയനാട് ചോദിക്കുന്ന ചോദ്യം, ദില്ലിയിൽ മുഴങ്ങുന്ന ചോദ്യം, താങ്കൾ പറഞ്ഞല്ലോ എത്ര പ്രകോപനപരമായാണ് പറയുന്നത്. ഇതിലേക്ക് വികാരം കുത്തിച്ചേർക്കുകയാണ് എന്നല്ലേ താങ്കൾ പറഞ്ഞത്? പാർലമെന്റിനകത്ത് ഇത് ഉന്നയിച്ചിട്ടില്ല. അങ്ങനെയല്ല, ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാർലമെന്റിനകത്ത് ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതിലേക്ക് വരാം. എന്തുകൊണ്ട് 1 രൂപ കൊടുത്തില്ല? ആ ന്യായീകരണം പറയൂ. ആ ന്യായീകരണം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. പറയൂല. ഞാൻ പറയട്ടെ. അല്ല, ആദ്യം ഇത് പറയട്ടെ സാർ, ഞാൻ പറയട്ടെ. ആദ്യം കുറ്റപ്പെടുത്തൽ, പിന്നീട് പ്രതിരോധം ആവട്ടെ. പ്രധാനമന്ത്രി അടക്കമുള്ള പാർലമെന്റിനകത്ത് ആദ്യം പാർലമെന്റിനകത്ത് 19 MP-മാരും രാജ്യസഭ MP-മാരും ഉണ്ടായിട്ട് വയനാട് ദുരന്തത്തെ കുറിച്ച് ഒരക്ഷരം ഇവർ സംസാരിച്ചിട്ടുണ്ടോ? ഒരക്ഷരം സംസാരിച്ചിട്ടില്ലെങ്കിൽ കൊടുക്കില്ല സാർ. ഒരക്ഷരം സംസാരിച്ചില്ലെങ്കിൽ സഹായം കൊടുക്കില്ല. സെൻട്രൽ അല്ല, അങ്ങനെയല്ലല്ലോ. ഇതേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും അങ്ങനെയാണല്ലോ നമ്മൾ ജനപ്രതിനിധികളെ അവിടെ ഉന്നയിച്ചു. താങ്കൾ വാർത്തകളൊന്നും കാണാറില്ലേ? വിജയിപ്പിച്ചിട്ട് അവിടെ ഉന്നയിച്ചു. കോൺഗ്രസിന്റെ പ്രതിനിധികള്, CPM-ന്റെ പ്രതിനിധികൾ അടക്കമുള്ള ഇല്ല സാർ, നിങ്ങൾ പാർലമെന്റിനകത്തുള്ള നിങ്ങൾ ചർച്ചകളുടെ സഭാരേഖകൾ നിങ്ങൾ പരിശോധിക്കൂ. എന്തിന് സഭാരേഖ പരിശോധിക്കണം? ഞങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ, ഞങ്ങൾക്കറിയാം. ഇത് ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ ഒരു അസത്യ പ്രസ്താവന നടത്തുക, പിന്നെ അതിലേക്ക് ചർച്ച പോകും. അതാണ് രീതി. ഞാൻ വീണ്ടും ചോദിക്കുന്നു, താങ്കൾക്ക് എന്തും പറയാം, താങ്കൾക്കുള്ള സമയത്ത് എന്തും പറയാം. എന്തുകൊണ്ട് 1 രൂപ പോലും കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് താങ്കൾക്ക് ആർജവമുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ആ ചെയ്തിയെ ന്യായീകരിച്ചിട്ട് മുന്നോട്ട് പോകും. പ്രധാനമന്ത്രിയുടെ വസതിയേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള സമരം നടത്തേണ്ടിയിരുന്നത് പാർലമെന്റ് മന്ദിരത്തിനകത്തല്ലേ? പാർലമെന്റ് മന്ദിരത്തിനകത്ത് ഇത് സമരം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ ചർച്ചകൾക്കുള്ള ഉത്തരം കിട്ടും. ആ ഉത്തരത്തെ ഭയന്നുകൊണ്ടാണ് ഇവർ അവിടെ പോയിട്ട് ഒരു അക്ഷരം പോലും, ഒരു ചോദ്യം പോലും ചോദിക്കാതിരുന്നത്. സാർ, ഇവിടെ മനസ്സിലാക്കേണ്ടത്, വയനാട് ദുരന്തത്തിന് ശേഷം മാത്രം, അതായത് 529 കോടി രൂപയുടെ പലിശരഹിത വായ്പ അല്ലാതെ 298 കോടി രൂപ STRF ഫണ്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതെല്ലാ ദുരന്തങ്ങൾക്കും വേണ്ടി കൊടുക്കുന്നതല്ലേ? വയനാടിന് പ്രത്യേകമായിട്ട് ചോദിച്ചില്ലേ? വയനാടിന് പ്രത്യേകമായിട്ട് ചോദിച്ചിട്ടില്ലേ? 2219 കോടി രൂപ പ്രത്യേക സഹായമടക്കം ഇനം തിരിച്ച് NDRF, PDNA അത് ചോദിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? അവിടത്തെ ദുരന്ത ബാധിതരുടെ കടമെങ്കിലും എഴുതിത്തള്ളാൻ ഒരു ഒപ്പിടാൻ നരേന്ദ്രമോദിക്ക് കൈപേരുന്നില്ലേ? ഞാൻ പറയട്ടെ, അതാണ് ചോദ്യം. ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട്
കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ മെമ്മറാണ്ടം സമർപ്പിക്കുന്നത് വൈകിപ്പിച്ചത് മുതൽ ഇന്ന് വരെ CPM നടത്തുന്ന ആസൂത്രിതമായൊരു സമരമുണ്ട്. അവരുടെ ഉദ്ദേശം അവിടുത്തെ വയനാട്ടിലെ ജനങ്ങളുടെ സേവനമൊന്നുമില്ല സാർ. അതിനകത്തും രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് വയനാട്ടിലെ പുനരധിവാസത്തെ ഏതൊക്കെ രീതിയിൽ അട്ടിമറിക്കാനുള്ള ശ്രമമായിട്ടാണ് CPM പോകുന്നത്. ഞങ്ങൾക്ക് അന്നേ സംശയത്തിന്റെ നിഴലിലായിരുന്നു ഈ വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട്. വയനാട് ദുരന്തമായിട്ട് ഞാൻ പറയുന്നത് 728 കോടി അല്ല ബോധ്യമുണ്ട് സാറേ. ഞാൻ പറയാം, 728 കോടി STR ഫണ്ട് ഉണ്ട്, 610 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കിട്ടിയിട്ടുണ്ട്, 523 കോടി രൂപ പുനരധിവാസത്തിൽ നമ്മുടെ അവിടെ നമുക്കിപ്പോൾ വായ്പരഹിതമായിട്ടുള്ള പണം കിട്ടിയിട്ടുണ്ട്, 2000 കോടി രൂപയോളം സാർ. നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതുപോലെ നിങ്ങൾ ആദ്യം പണി ആരംഭിക്കൂ, അതിൽ 75% ചെലവാക്കൂ, എന്നിട്ട് ഞങ്ങൾ പറയാമെന്ന് ഹൈക്കോടതി പറഞ്ഞത് സാർ. നിങ്ങൾ ഇപ്പൊ അത് ഹൈക്കോടതി അതിന്റെ അതിരുവരെ പറഞ്ഞു നിർത്തി. ഹൈക്കോടതിയിൽ എന്താണ് കേന്ദ്രം പറഞ്ഞത് എന്ന് എല്ലാവർക്കും അറിയാം. ഹൈക്കോടതി എന്തുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ ഒന്നും പറയാത്തത് എന്നും അറിയാം. അന്ന് ഹൈക്കോടതി കൃത്യമായി നിരീക്ഷിച്ചിട്ട് പറഞ്ഞല്ലോ സംസ്ഥാന സർക്കാരിനോട് 75% പണം നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ ചെലവഴിക്കൂ, ബാക്കി കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായി ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഞങ്ങൾക്ക് ഇത് വ്യാപകമായിട്ടുള്ള അഴിമതിക്കുള്ള ഒരു ഒരുക്കുകൂട്ടലാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു സാർ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നോക്കൂ, ഈ വയനാട് ദുരിതവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അവിടെ വയനാട് സർവേ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസി ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. നമ്മൾ മനസ്സിലാക്കണം. 2 കിഫ്ബിയുടെ കിഫ്കോൺ എന്ന് പറയുന്ന ഒരു കരാറടിസ്ഥാനത്തിൽ ഒരു ഏജൻസിക്കാണ് അതിന്റെ കരാർ കൊടുത്തിട്ടുള്ളത് സാർ. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതിന്റെ ഈ CPMകാരുടെ ജാഗ്രത, ഈ ഫണ്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് കേന്ദ്രത്തിന് ഇനിയും വയനാടുള്ള ജോർജ് ജോസഫ്, താങ്കളൊരു സാമ്പത്തിക വിദഗ്ധനാണ്. താങ്കള് സാമ്പത്തിക ശാസ്ത്രം മനുഷ്യർക്ക് വേണ്ടിയാണ്, മനുഷ്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന് വേണ്ടിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. താങ്കളെ ഇതിപ്പോൾ ഒരു കക്ഷി രാഷ്ട്രീയ വിവാദമായി നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് താങ്കളെ ക്ഷണിക്കുന്നതിന് എനിക്ക് സത്യത്തിൽ പ്രയാസമുണ്ട്. എങ്കിൽ പോലും ഒന്ന് നോക്കൂ, വയനാടിന് പ്രത്യേക സഹായമായി 1 രൂപ പോലും കൊടുത്തിട്ടില്ല എന്നതാണ് സത്യം. പൊതു ഫണ്ട് കേരളത്തിൻ്റെ കയ്യിൽ പണമുണ്ടല്ലോ, അതെടുത്ത് ഉപയോഗിക്കൂ എന്നാണ് പറയുന്നത്. നമുക്ക് പൊതു ഫണ്ട് അടക്കം അതിലേക്ക് പെടുത്തിക്കൊണ്ട് BJP സംസാരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് 5 സംസ്ഥാനങ്ങൾക്ക് 1554.99 കോടി രൂപ കേന്ദ്രം കൊടുത്തത്. നമുക്കെല്ലാവർക്കും അറിയാം. അത് ആന്ധ്ര, ഒഡീഷ, ത്രിപുര, നാഗാലാൻഡ്, തെലുങ്കാന എന്നിങ്ങനെ BJP നേരിട്ട് ഭരിക്കുന്നതോ BJPക്ക് താല്പര്യമുള്ളതോ ആയ സംസ്ഥാനങ്ങൾ മാത്രമാണ്. എന്താണ് ഇവർ ആവശ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ് വയനാടിന് ഒരു പ്രത്യേക സഹായം കൊടുക്കാൻ തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് ഒരു ദേശീയ നേതാവിനെ പോലെ, പ്രധാനമന്ത്രിയെപ്പോലെ നരേന്ദ്രമോദി പ്രവർത്തിക്കാത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ഉയരുന്നത്. താങ്കൾ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എങ്കിൽ പോലും ഇത് മനുഷ്യ വികാരങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് താങ്കൾ കൈകാര്യം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ 99 പ്രളയം എന്ന് നമ്മൾ പറയുന്ന 924 ആ പ്രളയം വന്നപ്പോൾ ഭരണപദവിയിലൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും മഹാത്മാഗാന്ധി എങ്ങനെ കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ നമ്മൾ സംസാരിച്ചു. ഒരു ദേശീയ നേതാവ് പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ എന്തുകൊണ്ട് മോദിക്ക് കഴിയുന്നില്ല? അവിടെയുള്ളവരുടെ കടം എഴുതിത്തള്ളാൻ ഒരു ഉത്തരവ് പോലും ഇറക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. 1 രൂപ പോലും തരാതെ തന്നാൽ അഴിമതി ആരോപണം ഉണ്ടാകും എന്നു വരെ ആരോപിക്കുന്ന രീതിയിലേക്ക് BJPയുടെ ഒരു വക്താവിനെ കൊണ്ടെത്തിക്കുന്ന തരത്തിൽ എന്തുകൊണ്ട് ഇവർ പെരുമാറുന്നു? അവിടെ ഉയരുന്ന ഓരോ കൊച്ചു വീടിലും അതിലെ ഓരോ കല്ലിലും മോദിയുടെ ചിത്രം വെക്കണമെന്ന പഴയ ലൈഫ് വീടുകളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലുള്ള ഒരു ആവശ്യമാണോ ഇവർക്കുള്ളത്? അത് കേരള സർക്കാരിലൂടെ ഇത് നടപ്പാകരുത് എന്നുള്ള താല്പര്യമാണോ ഉള്ളത്? ഇത് തനി കക്ഷി രാഷ്ട്രീയമല്ലേ? ആ കടം പോലും നോക്കൂ. നമ്മൾ സാംസ്കാരിക ചരിത്രത്തിൽ ഏറ്റവും കുപ്രസിദ്ധമായ കടം ഷൈലോക്കിൻ്റെ കടമാണ്. അത് വീട്ടിയില്ലെങ്കിൽ 1/2 കിലോ 1/2 റാത്തൽ മാംസം കീറിയെടുക്കും ശരീരത്തിൽ നിന്ന്, അത് എവിടെ നിന്ന് വേണമെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം എന്ന് പറഞ്ഞ ആ കടമാണ്. ആ കടത്തെ പോലും
മാറ്റിവെക്കുന്ന തരത്തിലായിപ്പോയില്ലേ? മാർച്ച് 31 ചെലവിടണം എന്ന് പറഞ്ഞ നമുക്ക് തന്ന ആ കടം നമ്മളോട് എന്താണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത്? താങ്കൾ പറയൂ, ജോർജ് ജോസഫ്. ഞാൻ NPC-യുമായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് തന്നെ NPC ഇന്ത്യ വിഷയമുള്ള കാലം മുതലാണ്. അന്നുപോലെ ഇന്നുവരെ ഒരു ചോദ്യത്തിൽ നിന്നും ഇത്ര ഭീരുത്വം കലർന്ന ഒരു ഒളിച്ചോടിപ്പോകൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതാണ് BJP പ്രതിനിധി ഇവിടെ കാണിച്ചത്. കാരണം താങ്കൾ സ്ട്രെയിറ്റായിട്ട് വളരെ ഡയറക്റ്റായിട്ട് ചോദിച്ചു, എന്താണ് വയനാടിന് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകമായി അനുവദിച്ചത് എന്ന് ചോദിച്ച ചോദ്യത്തിൽ നിന്നും ഭീരുത്വത്തോടുകൂടി ഒളിച്ചോടി പോകുന്നത് എന്ന് പറയുന്നത് ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്. അത് ആ ഒരു അനുഭവം ആദ്യമായിട്ടുണ്ടാകുന്നതാണ്. NPC ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യത്തെ നമ്മൾ വേറൊരു രീതിയിൽ കൂടി വിശകലനം ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ വയനാട് എന്ന് പറയുന്ന സംസ്ഥാനം ഉൾപ്പെടുന്ന കേരളം കേന്ദ്ര സർക്കാരിലേക്ക് കൊടുക്കുന്ന വിവിധ രീതിയിൽ കൊടുക്കുന്ന വരുമാനം എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ 2023-24 കണക്കനുസരിച്ച് കേരളത്തിൽ നിന്നും ആകെ പിരിച്ചെടുത്തിരിക്കുന്ന ആദായ നികുതി എന്ന് പറയുന്നത് 24,000 കോടി രൂപയാണ്. ഇത് ഞാൻ പറഞ്ഞ കണക്കല്ല, നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ള കണക്കാണ്. 24,000 കോടി രൂപ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരേ ഒരു ഇനത്തിൽ മാത്രം കേരളത്തിൽ നിന്നും പിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കേന്ദ്ര GST, IGST, എക്സൈസ് തീരുവകൾ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അടക്കമുള്ള എക്സൈസ് തീരുവകൾ എന്ന് പറഞ്ഞ 100 രീതികളിലൂടെ കേന്ദ്ര സർക്കാരിലേക്ക് നമ്മൾ ഏകദേശം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ പ്രതിവർഷം എടുക്കുന്നത് 50,000-60,000 കോടി രൂപയെങ്കിലും കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അത് നമ്മൾ ഈ 14 ജില്ലകളിൽ നമ്മൾ വീതം വെച്ച് പരിശോധിക്കുമ്പോൾ വയനാട് ജില്ല ഒരു പിന്നോക്ക ജില്ലയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് അങ്ങനെ വലിയൊരു എറണാകുളത്തു നിന്നോ തൃശ്ശൂരിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നോ ഉണ്ടാകുന്ന രീതിയിലായിരിക്കില്ല. പക്ഷേ എങ്കിൽ പോലും ഈ 50,000-60,000 ഇടയ്ക്ക് കോടി രൂപ കളക്ട് ചെയ്യുമ്പോൾ ഒരു വർഷം വയനാട്ടിലെ ജനങ്ങൾ ശരാശരി 1000 കോടി രൂപയിലധികമെങ്കിലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഖജനാവിലേക്ക് GST ആയിട്ടും ആദായ നികുതിയായിട്ടും എക്സൈസ് ഡ്യൂട്ടികളായിട്ടും മറ്റ് രീതിയിലുമെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊടുക്കുമ്പോൾ കഴിഞ്ഞ 10-20 വർഷം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ നമ്മൾ എടുക്കുക, എത്രയോ കോടി രൂപ അവിടുത്തെ ജനങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ ജനങ്ങൾ കൊടുത്ത പൈസയിൽ നിന്നും അവർക്ക് അർഹമായിട്ടുള്ള ആവശ്യം വരുമ്പോൾ ജനങ്ങൾ കൊടുത്തിട്ടുള്ള പൈസ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിനും മറ്റു കാര്യങ്ങൾക്കും വികസനങ്ങൾക്കും ഒക്കെ ചിലവാക്കുന്നുണ്ട്. പക്ഷേ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളെ പ്രത്യേകമായി സഹായിക്കുക എന്നുള്ള സമീപനം ഇന്ത്യ ചരിത്രത്തിൽ എല്ലാ ഗവൺമെൻറ്റുകളും എടുത്തിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ ഈ BJP സർക്കാരും എടുക്കുന്നുണ്ട്, നരേന്ദ്രമോദി എടുക്കുന്നുണ്ട്. പക്ഷെ അത് എടുക്കുന്നത് അവരോട് ഫേവറൈറ്റിസമുള്ള അവർക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങളോട് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്രൂരമായൊരു അവഗണന, അതായത് ഒരു മനുഷ്യത്വരഹിതം എന്ന് പറയാവുന്നതിനപ്പുറത്തേക്ക് എന്താണ് ഇവരുടെ മനോനില എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതൊരു കേവലം രാഷ്ട്രീയമാണ്. പിന്നെ വിചിത്രമായൊരു വാദമാണ് കേട്ടത്. അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഈ കേരളത്തിലെ സർക്കാർ ഇങ്ങനെ ചെയ്യാതിരിക്കണം, അങ്ങനെ അപ്പോൾ അതങ്ങനെ അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നുള്ള വാദം പറഞ്ഞുകൊണ്ട് നിലനിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ജനങ്ങൾ ഉറ്റുനോക്കുന്നത് സംസ്ഥാന സർക്കാരിനെ തന്നെയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ വൈകിപ്പിക്കുകയാണ് അത്രേ, ആ റിപ്പോർട്ടുകൾ കൊടുക്കാനും ഒക്കെ വൈകിപ്പിക്കുകയാണ്. അങ്ങനെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ കേരളം ഈ പഞ്ഞക്കർക്കിടകത്തിൽ താളും തകരയും വെക്കുന്നത് പോലെയാണെങ്കിൽ പോലും കേരളം അതിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് 750 കോടി രൂപ ഇപ്പോൾ തന്നെ വകയിരുത്തി കഴിഞ്ഞു. ഇനി 850 കൂടി അടുത്ത ഘട്ടത്തിൽ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. വളരെ എളിയ മട്ടത്തിൽ, വളരെ സിസ്റ്റമാറ്റിക്കായി തന്നെ അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഓരോ പടവുകളായി മുന്നോട്ട് പോവുകയാണ്. കേരളം അത് ചെയ്യും. പക്ഷേ അതിൽ കേരളത്തിന് അവകാശപ്പെട്ട വിഹിതം കിട്ടുമോ ഇല്ലയോ, തരുമോ ഇല്ലയോ, വാങ്ങിക്കാൻ കഴിയുമോ ഇല്ലയോ, ഇന്ത്യ
ഇക്കാര്യത്തിൽ നമ്മളോടൊപ്പം നിൽക്കുമോ ഇല്ലയോ? ഇതാണ് ചോദ്യം. അങ്ങനെയല്ലേ ജോർജ്? അതെ, അതായത് ഈ പ്രശ്നത്തിൽ ഇത് കേന്ദ്ര സർക്കാർ നമ്മൾ കാണേണ്ടത് ഇത് വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമാണ്. ഏതെങ്കിലും LDFിലെ ഏതെങ്കിലും മന്ത്രിമാർക്കോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ വീട് വെച്ച് കൊടുക്കേണ്ട കാര്യമല്ലല്ലോ. അവിടെ മുഖ്യമന്ത്രിയുടെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമായിട്ടല്ലല്ലോ വരുന്നത്. അപ്പോൾ ഇനി വേറൊരു സമാനമായിട്ടുള്ളൊരു ചിത്രം NPC ഓർക്കേണ്ടത്, ഈ പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത കാര്യം എടുക്കുമ്പോൾ ആ സംസ്ഥാനങ്ങളിൽ ഒന്നും നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയിട്ടില്ല. ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ ദുരന്തമുണ്ടായി ഉടൻ തന്നെ കേരളമാണ് അദ്ദേഹം വന്ന് സന്ദർശിക്കുന്നത്. അപ്പോൾ ആ സന്ദർശനത്തിനകത്ത് നമ്മൾ വിചാരിച്ച് വളരെ, പക്ഷേ ആ സന്ദർശകം കൃത്യമായിട്ട്, അപ്പോൾ രാഷ്ട്രീയം ആരാണ് കളിക്കുന്നത് എന്നുള്ളത് സുവ്യക്തമാവുകയാണ് ഇവിടെ. അപ്പോൾ കൃത്യമായ ഒരു ഇതിലോടുകൂടി അപ്പം അത്രയും മനുഷ്യത്വരഹിതമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന്, ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പോകാൻ കഴിയുന്നത് എന്നുള്ളത് ഇവർ തെളിയിക്കുകയാണ്. അതായത് ഒരു ക്രൂരമായ മനസ്സിനെ മനുഷ്യന് എത്രത്തോളം ആകാൻ കഴിയുമെന്ന് വ്യക്തമായി തെളിയിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് ഇരിക്കുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് NPC, ഈ വയനാട്ടിലെ കടം ബാങ്കുകളുടെ എഴുതി തള്ളണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജനങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ കോടിക്കണക്കിന് രൂപയുടെ കടം ഒരു ഉണ്ടാവുന്നു. പക്ഷേ വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിലെ ആളുകൾ എടുത്തിട്ടുള്ള എല്ലാ ബാങ്കുകളിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പ എത്രയാണെന്നറിയാമോ? 38 കോടി രൂപ മാത്രമാണ്. വെറും 38 കോടി രൂപയാണ്. അതിൽ കേരള ബാങ്ക് മാതൃകാപരമായിട്ട് കാണിച്ചു, അവരെ റൈറ്റ് ഓഫ് ചെയ്തു. ബാക്കി എല്ലാ 28-ൽ പരം ബാങ്കുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബാങ്കുകളും കൂടെ കൊടുത്തിരിക്കുന്നത് 38 കോടി രൂപയാണ്. ആ 38 കോടി രൂപ റൈറ്റ് ഓഫ് ചെയ്യുന്ന കാര്യത്തിലാണ് ഈ പറഞ്ഞ എല്ലാ രീതിയിലും. അപ്പോൾ ഇത് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? പ്രിന്റു, താങ്കളോട് ഞാനൊരു ചോദ്യം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്. ആ പറഞ്ഞ ആ ദുരന്തബാധിതരുടെ ആ കടമെങ്കിലും എഴുതിത്തള്ളാൻ ഒരു നടപടിയെടുക്കുമോ? വേറൊരു കാര്യമല്ല ഇപ്പോൾ പറയേണ്ട, അതിനു വേണ്ടിയാണ് ഞാൻ വരുന്നത്. അതിനെങ്കിലും ഒരു നടപടിയെടുക്കുന്നതിന് എന്താണ് തടസ്സം? എന്താണ് തടസ്സം? പ്രിന്റു മാഷേ. അല്ല ഞാൻ പറയട്ടെ, ഒരു ദുരന്തമുഖത്ത് പല രീതിയിലുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് അഡ്രസ് ചെയ്യേണ്ട സംസ്ഥാന സർക്കാരാണ്. ഈ ഒരു കാര്യം അഡ്രസ് ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റിന് അല്ലേ പറ്റൂ? മെമ്മറാണ്ടം അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ ഈ ഒരു ദുരന്തത്തെ മുഴുവൻ ഒറ്റ പദ്ധതിയായിട്ടോ ഒരു ക്ലിയർ കട്ടായിട്ട് ഒറ്റ പദ്ധതിയായിട്ട് സാർ അത് അവതരിപ്പിക്കുന്ന മെമ്മറാണ്ടത്തിനകത്ത്, ഈ മെമ്മറാണ്ടത്തിനകത്ത് ഇവരത് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടോ സാർ? ഇങ്ങനെയൊരു ഈ പാക്കേജ് പറയുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം സാർ, ഞാനത് പറയാം സാർ, നിലപാട് വ്യക്തമായി. റഫീഖ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. നമ്മള് ഇങ്ങനെ ഒരു കാര്യം കൂടി കൃത്യമാണ്. മരം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്, കാടല്ല. കാടല്ല. എന്തുകൊണ്ട് കടം എഴുതി തള്ളാൻ കഴിയില്ല? അതാണ് ചോദ്യം. 38 കോടി നമ്മളുടേതായിട്ടുള്ള നമ്മളുടേതായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ഇപ്പോൾ ഈ നമ്മുടെ ജോർജ് ജോസഫ് സാറൊക്കെ പറയുന്നത് പോലെ നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു നിയതമായ ഘടന വെച്ചിട്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത്. UPA സർക്കാരാണ് സാർ. അല്ല ഞാൻ പറയാം, സർക്കാർ ഇപ്പോ അതിനകത്ത് ഇപ്പൊ നമ്മൾ സ്പെഷ്യൽ പാക്കേജ് എന്ന് പറയുന്ന സംവിധാനം, സ്പെഷ്യൽ പാക്കേജ് നിൽക്കട്ടെ, നേരത്തെ ചോദിച്ചു, അതില്ല, അത് പറഞ്ഞല്ലോ. ഈ കടം അതാണ് ഈ ഘട്ടത്തിലെ സ്പെസിഫിക് ആയ ചോദ്യം. അഡീഷണൽ സഹായം മാത്രമാണ്. അപ്പോ അഡീഷണൽ ഞാൻ പറയും, നമ്മൾ ടെക്നിക്കൽ അതിൽ സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കണമല്ലോ സാർ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വയനാട്ടിലെ ആദിവാസികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, മലയാളത്തിലെ ഗ്രാമീണർക്ക് മനസ്സിലാവുന്ന പച്ച മലയാളത്തിൽ സംസാരിക്കൂ. സാങ്കേതികമായ കാര്യം നിൽക്കട്ടെ. ഈ കടം എഴുതിത്തള്ളുമോ ഇല്ലയോ? നിങ്ങളുടെ ഇന്ത്യ സഖ്യത്തിലെ നിങ്ങൾ UPA സർക്കാരായി ഒന്നിച്ചു ഭരിച്ചപ്പോൾ നിങ്ങൾ ഇന്ത്യ സഖ്യത്തിലെ പഴങ്കഥയല്ലേ മാഷേ? അത് പഴങ്കഥയല്ലേ? അത് കഴിഞ്ഞിട്ട് യമുനാ നദിയിലൂടെ മലിനജലമാണെങ്കിൽ എത്രയോ വെള്ളം ഒഴുകിപ്പോയി. അങ്ങ് മാറ്റാൻ പാടില്ലേ? അങ്ങ് മാറ്റാൻ പാടില്ലേ BJPക്ക്? അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ
മാറ്റില്ല. അത് BJP അത് മാറ്റുന്ന കാര്യം നമ്മൾ പാർലമെന്റ് ചർച്ച ചെയ്യണം സാർ. ചർച്ച ചെയ്താൽ മതി, ചർച്ച ചെയ്താൽ മതി. ഈ ദുരന്തബാധിതർ അവിടെ നിൽക്കട്ടെ, പാർലമെന്റ് ചർച്ച ചെയ്താൽ മതി. റഫീഖ് മാഷേ, റഫീഖിലേക്ക് ഞാൻ വരികയാണ്. ഇത് കേൾക്കുന്നു, ഇത് കടുത്ത രാഷ്ട്രീയ വിവേചനം, രാഷ്ട്രീയ പ്രതികാരം അല്ലേ? അതല്ലേ ഈ കാണുന്നത്? നിങ്ങളുടെ രീതിയിൽ ഒരു ഗവൺമെൻറ്റിനെ അധികാരത്തിലെത്തി, അതിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കൂ എന്ന ഒരു രീതിയല്ലേ ഇതിൽ കാണുന്നത്? ഇതിനെന്താണ് ഒരു കാര്യമുള്ളത്? ആകെ കൂടി സാങ്കേതിക കാര്യങ്ങൾ നോക്കിയേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് BJP പ്രതിനിധി. എന്താണ് അവിടുത്തെ അവശരുടെ ആവശ്യം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ജനനേതാവ് എന്ന നിലയ്ക്ക് റഫീഖ് എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഘട്ടത്തോട്? അതെ, തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കാണേണ്ടത് BJPയുടെ പ്രതിനിധി ഇപ്പോൾ പറയുമ്പോൾ അദ്ദേഹത്തോട് നിങ്ങൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് മറുപടിയില്ലല്ലോ. മറുപടി പറയാൻ അവർക്ക് സാധിക്കില്ല. കാരണം സാങ്കേതികം എന്നൊക്കെ പറഞ്ഞ് അത് ഏത് മുഖത്താണ് ദുരന്തം അനുഭവിച്ചുള്ളൊരു പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് സാങ്കേതികം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ന്യായീകരിക്കുന്നത്. അത് BJPയുടെ പ്രതിനിധികൾക്കല്ലാതെ മറ്റാർക്കാണ് ഇങ്ങനെ ന്യായീകരിക്കാൻ കഴിയുക? നിങ്ങൾ നോക്കൂ, സാങ്കേതികം പറഞ്ഞാൽ തന്നെ എന്താ അവസ്ഥ? ഈ ത്രിപുരയിൽ 7ാമത്തെ ദിവസം 40 കോടി രൂപ ദേശീയ ദുരന്ത പ്രതികരണ നിധി പ്രകാരം കൊടുക്കാൻ ഒരു സാങ്കേതികത്വം ഉണ്ടായില്ലല്ലോ. 3448 കോടി രൂപ ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും കൊടുക്കാൻ ഒരു സാങ്കേതികത്വം ഉണ്ടായില്ലല്ലോ. ഇവിടെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ പറയട്ടെ, താങ്കൾ ഇങ്ങനെ അസഹിഷ്ണുപ്പെട്ടിട്ട് കാര്യമില്ല. താങ്കൾ അസഹിഷ്ണുപ്പെട്ടിട്ട് കാര്യമില്ല. വസ്തുത പറയുമ്പോൾ നിങ്ങൾ ഈ അസഹിഷ്ണുപ്പെടാൻ എടുക്കുന്ന താല്പര്യം ആ ദുരന്തബാധിതരോട് കാണിച്ച് ഒരു നയാ പൈസയും വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കാണിക്കും നിങ്ങൾ. ഞാൻ സൂചിപ്പിച്ചത് 1555 കോടി രൂപ കഴിഞ്ഞ ദിവസം കൊടുത്തല്ലോ. നിങ്ങൾ നോക്ക്, ഒക്ടോബറിൽ 1036 കോടി രൂപയാണ് ആന്ധ്രാപ്രദേശ് കൊടുക്കുന്നത്. ആ ആന്ധ്രാപ്രദേശിന് 608 കോടി വീണ്ടും കൊടുക്കുകയാണ്. അപ്പോൾ ഇവർക്ക് സാങ്കേതികത്വം ഇല്ലല്ലോ. തെലങ്കാനയ്ക്ക് നേരത്തെ ഒക്ടോബറിൽ കൊടുത്ത 416, ഇപ്പോൾ അത് വീണ്ടും 231 കൊടുക്കുന്നു. സാങ്കേതികത്വം ഇല്ലല്ലോ. ഇനി സാങ്കേതികത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനത് പറയാം. ഓഗസ്റ്റ് മാസത്തിലാണല്ലോ, ആദ്യ വാരത്തിൽ തന്നെ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ ബോധ്യപ്പെടുത്തുന്നു, പ്രാഥമികമായ നിവേദനം നൽകുന്നു. ആ നിവേദനത്തിൽ ആവശ്യപ്പെട്ട, ഇപ്പം പറഞ്ഞല്ലോ ഈ ലോണുമായി ബന്ധപ്പെട്ട കാര്യം, ആ നിവേദനത്തിൽ 3 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഒന്ന്, അടിയന്തര ധനസഹായം നൽകിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം സെക്ഷൻ 13 പ്രകാരം ഈ കടം എഴുതിത്തള്ളാൻ ആവശ്യമായ ഉത്തരവിറക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഓഗസ്റ്റ് മാസം ആദ്യ വാരത്തിലാണ്. ഇത്രയും കാലം ആവശ്യപ്പെട്ടില്ല എന്നാണല്ലോ BJPയുടെ പ്രതിനിധി പറയുന്നത്. ആവശ്യപ്പെട്ടതാണ് ഓഗസ്റ്റ് മാസത്തിൽ. പിന്നീട് ഓഗസ്റ്റ് 19 ഡീറ്റെയിൽ ആയ റിപ്പോർട്ട് കൊടുത്തു. പിന്നീട് PDNA പ്രകാരം, PDNA എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും ദുരന്തമുണ്ടായ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രം കൊടുക്കാൻ പറ്റുന്ന കണക്കാണ്. അങ്ങനെ അതിന് ശേഷം കൊടുത്തു. അത് നവംബറിൽ കൊടുത്തു. ഇതെല്ലാം പല ഘട്ടങ്ങളിലായി വളരെ കൃത്യമായി കൊടുത്തു. നിങ്ങൾ ഇവർ പറയുന്ന സാങ്കേതികത്വം മൊത്തം പൂർത്തീകരിച്ചു. ഇനി സാങ്കേതികത്വമാണ് പറയുന്നതെങ്കിൽ അതും പൂർത്തീകരിച്ചു. ഇങ്ങനെയുള്ളൊരു ദുരന്തമുഖത്തെ സാങ്കേതികത്വമാണോ നോക്കേണ്ടത് എന്നത് മറ്റൊരു കാര്യം. ഒരു നിവേദനം കൊടുക്കുകയുമാണ്, ഒരു പുതിയ നിവേദനം എഴുതി അവിടെ MP-മാരെ ഏൽപ്പിച്ചു. അതെ, അത് ഏൽപ്പിച്ചു. അത് മാത്രമല്ല, അതിനു മുമ്പൊരു നിവേദനം ഇപ്പം കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റവും അവസാനം ഇന്നിപ്പോൾ കൊടുത്തു. അതല്ലാതെ തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, വായ്പയുമായി ബന്ധപ്പെട്ട് വായ്പയുടെ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ എത്രമാത്രം വിരോധാഭാസമാണ് ഇവരുടെ ഒരു ഇടപെടൽ നിങ്ങൾ നോക്കൂ. ടൗൺഷിപ്പ് പുനരധിവാസത്തിൻ്റെമായി ബന്ധപ്പെട്ട് പൊതു കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനാണ് 111 കോടി. പൊതു കെട്ടിടങ്ങൾ ഉണ്ടാക്കണം. എത്ര ദിവസം കൊണ്ട്? 45 ദിവസം കൊണ്ട്. റോഡ് നിർമ്മാണത്തിനാണ് 87 കോടി. പുന്നപ്പ നദിയിൽ 8 കിലോമീറ്റർ ഭാഗത്ത് ഒഴുക്ക് ക്രമീകരിക്കാനാണ് 65 കോടി. അഗ്നിശമന നിലയം സ്ഥാപിക്കാനാണ് 21 കോടി. അങ്ങനെ വിവിധ ഇനങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് 529 കോടിയുടെ വായ്പ അനുവദിക്കുന്നത്. അത് മാർച്ച് 31 പൂർത്തീകരിക്കണം. നിങ്ങൾ നോക്ക്, ഈ ബിൽഡിങ്ങും റോഡും നിലയങ്ങളുമൊക്കെ ഈ 45 ദിവസം കൊണ്ട് സാധ്യമായ കാര്യമാണോ? ഇപ്പോൾ ഇതാ കേരളത്തിലെ ഗവൺമെൻറ് അതിൻ്റെ പരിമിതികൾ വെച്ചുകൊണ്ട് സാധ്യമാവുന്നത് ചെയ്യുകയും ഡേറ്റ് നീട്ടിക്കിടാൻ അപേക്ഷ കൊടുത്തല്ലോ. അപേക്ഷ കൊടുത്തതിനെ കുറിച്ച് പറയുമ്പോൾ വീണ്ടും കൊടുത്തിരിക്കുന്നു.
നീട്ടിയില്ലല്ലോ. അപ്പോൾ ഈ രൂപത്തിൽ പറയുകയാണ്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം, ചില പണം തന്നു എന്നൊക്കെ പറഞ്ഞല്ലോ ഈ BJP യുടെ പ്രതിനിധി. STRF ആണ്. STRFിൻ്റെ കഥ പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക്. STRF എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും നിയമപരമായി തന്നെ എല്ലാ ഘട്ടത്തിലും കൊടുക്കേണ്ട പണമാണ്. അത് ദുരന്തമുണ്ടായതിൻ്റെ ഭാഗമായി കൊടുക്കുന്ന പണമല്ല. 145 കോടി രൂപ ഈ ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് കൊടുത്തതാണ് ഈ വർഷത്തെ പണം. അതിന് 150 കോടി മാത്രമാണ് ഈ STRFിൽ പെടുത്തി ഇങ്ങോട്ട് വന്നത്. അതെല്ലാ ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും എല്ലാം എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ടതാണ്. ഈ ദുരന്തത്തിന് മാത്രമായി അത് വിനിയോഗിക്കാനും വേണ്ടി പറ്റില്ല, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആ പണത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. ഇനി ആ പണത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ എന്താ, ആന്ധ്രയ്ക്ക് 1036 കോടി കൊടുക്കുമ്പോഴാണ്, ബീഹാറിന് 1311 കോടി കൊടുക്കുമ്പോഴാണ്, മധ്യപ്രദേശിന് 1686 കോടി കൊടുക്കുമ്പോഴാണ്, ഇവിടെ കേരളത്തിൽ 291 കോടി. അത് എല്ലാ ദുരന്തങ്ങളും, കേരളത്തിലുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങൾക്കുമായി STRF നില കൊടുക്കുന്നത്. നമ്മൾ ആവശ്യപ്പെട്ടത് എന്താ, NDRFിൻ്റെ ഭാഗമായുള്ള പണമാണ്, ദേശീയ ദുരന്ത പ്രതിരോധ നിധിയുടെ ഭാഗമായിട്ടാണ്. അത് തന്നോ? തന്നില്ല. അതാണല്ലോ തെലങ്കാനയ്ക്ക് കൊടുക്കുന്നത്, അതാണല്ലോ ആന്ധ്രയ്ക്ക് കൊടുക്കുന്നത് NDRFിൻ്റെ ഭാഗമായിട്ട്, അതാണല്ലോ ത്രിപുരയ്ക്ക് കൊടുക്കുന്നത്. എന്തുകൊണ്ട് കേരളത്തിന് മാത്രം നൽകുന്നില്ല? ഇതാണ് വളരെ കൃത്യമായി ഇന്ത്യയിലെ ജനങ്ങളായി കണക്കാക്കാതെ ജനങ്ങളെ രണ്ട് തട്ടിലേക്കാക്കി മാറ്റുന്ന രൂപത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇത് ജനാധിപത്യത്തിന് തന്നെ ഭൂഷണമായ കാര്യമല്ല. ഇത് പണം കിട്ടുക എന്ന ദുരന്തബാധിതരുടെ ആവശ്യം മാത്രം അല്ല, അതൊരു പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ജനാധിപത്യവും ഇന്ത്യ തുടർന്ന് വരുന്ന ഫെഡറൽ സംവിധാനങ്ങളെയും എല്ലാം തകർക്കുന്ന, ഇന്ത്യയെ അപകടത്തിലാക്കുന്നൊരു രാഷ്ട്രീയം കൂടിയാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ കഴിഞ്ഞ വർഷം 34 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം കൊണ്ട് നികുതി വരുമാനത്തിൻ്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങൾ 34 ലക്ഷം കോടി സമാഹരിക്കുന്നു. അത് 62.7% കേന്ദ്രത്തിൻ്റെ വരുമാനമായി നിൽക്കുകയാണ്. കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. സംസ്ഥാനങ്ങളാണ് 62.4% ചെലവ് വഹിക്കുന്നത് സംസ്ഥാനങ്ങളുമാണ്. നമ്മളിവിടെ ബീഹാറിൽ ആ ബജറ്റിൽ കണ്ടല്ലോ, ബീഹാറിന് നികുതി വിഹിതവുമായി ബന്ധപ്പെട്ട് 75% കൊടുക്കുമ്പോൾ, ഗുജറാത്തിന് 55% കൊടുക്കുമ്പോൾ കേരളത്തിന് വെറും 18%. ഇങ്ങനെയെല്ലാം അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ. ആ കേരളം ആവശ്യപ്പെടുന്ന ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യത്തിലെങ്കിലും കണ്ണിൽ ചോരയുള്ളൊരു നിലപാട് സ്വീകരിക്കണ്ടേ, മനുഷ്യത്വപരമായൊരു നിലപാട് സ്വീകരിക്കണ്ടേ? ഇത് അങ്ങേയറ്റം ക്രൂരമായ നിലപാടാണ്. പ്രധാനമന്ത്രി അവിടെ കടന്നു വരുന്നു. നിങ്ങൾ നോക്കൂ, നേരത്തെ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, നമ്മുടെ നേരത്തെ സാമ്പത്തിക വിദഗ്ധൻ കൂടെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചല്ലോ. അതിൽ അദ്ദേഹം പറഞ്ഞതുപോലെ, ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി അവിടെ കടന്നു വരുന്നു. പ്രധാനമന്ത്രി അടുത്തൊരു കുഞ്ഞുണ്ട്. കുഞ്ഞിൻ്റെ പേരെന്താ പറയുക? നൈസമോൾ എന്നാണ്. നൈസമോളിൻ്റെ പിതാവിൻ്റെ പേര് ഷാജഹാൻ എന്നാണ്. ഷാജഹാൻ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയി. നൈസമോളുടെ സഹോദരി ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയി. നൈസമോളുടെ വല്യുപ്പ, അതായത് ഷാജഹാൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി. നൈസമോളുടെ ഏകദേശം എല്ലാവരും ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയി. മാതാവ് മാത്രമാണ് ഉള്ളത്. അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ലോകത്തിനു മുമ്പിൽ വലിയ രൂപത്തിൽ ജനകീയനാണ് പ്രധാനമന്ത്രി എന്ന് വരുത്തി തീർത്തതല്ലാതെ ആ കുഞ്ഞിനോടും അതുപോലെയുള്ള ഒരുപാട് ദുരന്തം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളോടും അങ്ങേയറ്റത്തെ ക്രൂരതയല്ലേ യഥാർത്ഥത്തിൽ ചെയ്തത്? ദുരന്തം വിറ്റ് അദ്ദേഹത്തിന് ഇമേജ് വർദ്ധിപ്പിച്ചു എന്നതല്ലാതെ ദുരന്തത്തിലെ മനുഷ്യർക്കൊരു നയാ പൈസ നൽകാൻ തയ്യാറായോ? അദ്ദേഹത്തിനെതിരെ പ്രതിഷേധമല്ലാതെ ജനങ്ങളുടെ വികാരം മറ്റെന്താണ് ഉണ്ടാവുക? ആ വികാരം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സമരം. അതിന് യാഥാർത്ഥ്യം പറയാൻ BJPകൾക്കാവുന്നു. ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ തന്നെയാണ് BJPയുടെ ഏറ്റവും ആദ്യഘട്ടം മുതൽ ഇവർ സ്വീകരിച്ചിരുന്ന നിലപാടുണ്ട്. അമിത്ഷാ ആദ്യം പറയുകയാണ്, നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പാർലമെൻറ്റിൽ അദ്ദേഹം പറയുകയാണല്ലോ, രാജ്യസഭയിൽ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ ദുരന്തം മുന്നറിയിപ്പ് നൽകിയിരുന്നു, കേരളം അത് മുഖവിലക്കെടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ദുരന്തമുണ്ടായത്. പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റിയില്ലല്ലോ, വസ്തുതയല്ല എന്ന് തെളിവായല്ലോ, അങ്ങനെ ഒരു മുന്നറിയിപ്പും നൽകിയിട്ടില്ല എന്ന് പിന്നീട് വ്യക്തമായല്ലോ. നിങ്ങൾ നോക്ക്, ആദ്യഘട്ടം ദുരന്തമുണ്ടായ ആദ്യഘട്ടത്തിലും കേരളത്തെ അവഹേളിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ അത് വസ്തുതകൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാട്ടമില്ല. അതിനുശേഷം മുൻ മന്ത്രി കൂടിയായിരുന്ന മുരളീധരൻ പറഞ്ഞുകൊണ്ടല്ലോ, വളരെ ലാഘവത്തോടു കൂടിയല്ലേ അദ്ദേഹം പറഞ്ഞത്. അത് അവിടെ ചെറിയ നാട്ടിലുണ്ടായൊരു ദുരന്തം എന്ന രൂപത്തിലേക്ക് വളരെ ലഘൂകരിച്ചുകൊണ്ട് അവർ പറയല്ലേ. BJPക്കല്ലാതെ ഇങ്ങനെ ആർക്കാണ് പറയാൻ വേണ്ടി കഴിയുക? വളരെ ഗൗരവമായി കേരളീയ സമൂഹം ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തോട് പൊതുവെ സ്വീകരിച്ചു വരുന്ന അങ്ങേയറ്റത്തെ വിവേചനപരമായ നിലപാട് നമ്മൾ ബഡ്ജറ്റിൽ കണ്ടു. കേരളത്തോട് പൊതുവെ ആ നിലയിൽ സ്വീകരിക്കുന്നു. പക്ഷേ ഈ ദുരന്തമുഖത്തെങ്കിലും, ദുരന്തം അനുഭവിക്കുന്ന ജനതയോടെങ്കിലും ഇന്ത്യയിലുള്ള പൗരന്മാരായിക്കൊണ്ട് ഒരു സമീപനം സ്വീകരിക്കാൻ കേന്ദ്രം തയ്യാറാവണ്ടേ?
അത് തയ്യാറാവുന്നില്ല എന്നിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ടാണ് ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിൻ്റെ ഭാഗമായി എത്തിച്ചേർന്നത്. പാർലമെൻറ്റിൽ ഉന്നയിച്ചില്ല എന്ന് പറഞ്ഞു. നമ്മൾ വീഡിയോകളുണ്ടല്ലോ, ഈ BJP വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടുന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് പ്രചരണം നടത്തിയാൽ അത് BJP-ക്കാർ ചിലപ്പോൾ കുറച്ചുപേരെങ്കിലും വിശ്വസിക്കുകയായിരിക്കാം. പക്ഷേ യാഥാർത്ഥ്യം അതല്ലല്ലോ. ഇവിടെ നമ്മൾ വീഡിയോ ഉണ്ടല്ലോ, പാർലമെൻറ്റിൽ ഉൾപ്പെടെ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ MP-മാർ പ്രതികരിച്ച്, ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള MP-മാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ച കാര്യമുണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ നിങ്ങൾ നോക്കൂ, ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു വിഷയമാണല്ലോ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇങ്ങനെയുള്ള സംസാരം പാർലമെൻറ്റിൽ ഉണ്ടായല്ലോ. എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? നമ്മൾ 1000 കോടി രൂപ ഈ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റിൽ ആവശ്യപ്പെട്ടു, ഒരു നയാ പൈസ അതിനും തന്നില്ല. ഇപ്പോഴും ജീവനുകൾ പൊലിയുകയാണ്. അപ്പോൾ ഈ രൂപത്തിൽ കേരളത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം നമ്മളോട് അങ്ങേയറ്റത്തെ വിവേചനം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങളോട് ഇവരെന്തിനീ ക്രൂരത ചെയ്യുന്നു? ഇതാണ് ഞങ്ങൾ ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം. ജോർജ് ജോസഫ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇത് വയനാട്ടിലെ ദുരന്തത്തിനോട് മാത്രം, ആ ദുരന്തത്തെ സർക്കാർ കണ്ട രീതി, അതിലിടപെട്ട് സഹായം അഭ്യർത്ഥിച്ച സാങ്കേതികത, അതുകൊണ്ടുണ്ടായ ഒരു അവഗണനയാണ് എന്ന് കരുതാൻ നിരീക്ഷകർ എന്ന നിലയ്ക്ക് നമ്മൾക്കാർക്കും ആവില്ല. സംസ്ഥാനത്തിലേക്ക് കൊടുക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കേന്ദ്രവിഹിതം 100 കണക്കിന് കോടി രൂപ ഓരോ ഇനത്തിലും പിടിച്ചു വയ്ക്കുക. എന്നിട്ട് സംസ്ഥാനങ്ങളിൽ അതിൻ്റെ ഗുണഭോക്താക്കളായ അവശരും ആർത്തരും ആയ ആളുകളെ സമരപാതയിലേക്കോ അരക്ഷിതാവസ്ഥയിലേക്കോ തള്ളിവിടുക, അങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ ഇവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്? 2024-25 കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞ 1,12,000 കോടി ആണ് കുറച്ചിരിക്കുന്നത്, പ്രായോഗികമായി വന്നപ്പോൾ കുറച്ചിരിക്കുന്നത്. അതിൽ 9,000 കോടി രൂപയും ഇത്തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതമാണ്. ഈ ഒരു ഗൂഢാലോചനയുടെ ഇരയായല്ലേ വയനാട് അതിൽ നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്ന, നമുക്ക് തൊട്ടു നോക്കിയാൽ കാണാവുന്ന സ്പർശനക്ഷമമായ ഒരു തെളിവായി നിൽക്കുന്നു എന്നതല്ലേ? വയനാട് വലുതോ ചെറുതോ ആയ വയനാടാണ് കേരളത്തിൻ്റെ ഓരോ അനുഭവ മണ്ഡലത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതും കൂടി പറയണ്ടേ? താങ്കളൊരു സാമ്പത്തിക കാര്യ വിദഗ്ധനാണ്, താങ്കൾക്കറിയാം സാമ്പത്തിക അധികാരം, കേന്ദ്രത്തിൻ്റെ കയ്യിലുള്ള സാമ്പത്തിക അധികാരം ഒരു രാഷ്ട്രീയ ആയുധമായി വിന്യസിക്കുന്നു, അതല്ലേ കാണുന്നത്? ജോർജ് ജോസഫ്. തീർച്ചയായിട്ടും അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു പോയിൻ്റാണ്. ഈ NPC പറഞ്ഞ ചോദ്യത്തിന് 2 രീതിയിൽ ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ചെറിയ തോതിൽ ഏറ്റവും കുറഞ്ഞ അളവിലൊരു കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷം വയനാട്ടിലെ ജനങ്ങൾ കേന്ദ്ര സർക്കാരിന് മാത്രം പല രീതിയിൽ കൊടുക്കുന്ന 1000 കോടി രൂപയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 2000 കോടി രൂപയാണ് കേരളത്തിന് വേണം എന്ന്, ഈ കാര്യത്തിൽ വേണമെന്ന് കേരളം ആവശ്യപ്പെടുന്നത്. അതായത് 2 വർഷത്തെ പൈസയാണ് ഈ ചോദിക്കുന്നത്. അതൊരു പ്രത്യേക സാഹചര്യം. പക്ഷേ ഒരു വർഷത്തേക്കെങ്കിലും ഉള്ളൊരു പൈസ, അല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും ഒരു പാക്കേജ് എന്നുള്ള രീതി. സാധാരണ ഈ ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, NDRF-ലും മറ്റു രീതിയിലൊക്കെ കൊടുത്തിട്ടുള്ള ഫണ്ട് കിടക്കുന്നില്ലേ, അത് ഉപയോഗിക്കാത്ത എന്താണ്, അത് ചിലവാക്കിയിട്ട് വരൂ എന്ന് പറയുന്നത് അതെനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ NDRF-ലും അതുപോലുള്ള മറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്കുള്ള പണം എന്ന് പറയുന്നത് വയനാട്ടിന് മാത്രമായി ചിലവാക്കാൻ കഴിയുന്ന പണമാവുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതിനകത്ത് 100% ഫണ്ട് എടുത്ത് വയനാട്ടിന് വിനിയോഗിക്കുക എന്നിരിക്കുക. അടുത്ത മഴക്കാലത്ത് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉരുൾപൊട്ടലോ ദുരന്തങ്ങളോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം, ഇല്ലേ? അത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ അവിടെ ക്യാമ്പുകൾ തുറക്കുന്നതിനോ അവിടെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനോ അങ്ങനെയുള്ള ദുരന്തത്തെ നേരിടുന്നതിനോ ഏതിന്നാണ് പൈസ എടുക്കുന്നത്? അപ്പോൾ കേരളത്തിനെമ്പാടും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ മാനേജ് ചെയ്യുന്നതിനും അതിന് നേരിടുന്നതിനും വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് പൊതുവായി നിൽക്കുന്നത്. പക്ഷേ അങ്ങനെ ചെറിയ രീതിയിൽ സംഭവിക്കുമ്പോൾ ആ ഫണ്ട് ഉപയോഗിച്ച് ചിലവാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ അത് സാധിക്കുന്നില്ല. അത് സാധിക്കാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ കേന്ദ്ര സർക്കാർ പ്രത്യേകമായിട്ട് ഈ 300-ൽ പരം ആളുകൾ മരിക്കുകയും ഇത്രയധികം വലിയ ദുരന്തം ഉണ്ടാകുകയും ചെയ്തപ്പോൾ ഒരു പാക്കേജ് അനുവദിക്കണം എന്ന് പറയുന്നത് ഒരു മിനിമം ഒരു കാര്യമല്ലേ?
അതല്ലേ അതിനകത്തുള്ള പ്രശ്നം. അപ്പോൾ 1555 കോടി രൂപ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തല്ലോ. ആ അനുവദിച്ചു കൊടുത്തപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഒരു 100 കോടിയോ 150 കോടിയോ കേരളത്തിന് ആ രീതിയിൽ പരിഗണിക്കാതിരുന്നത്? അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കിയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ 3ാമത്തെ ഏറ്റവും വലിയ ആളുകളുടെ മരണം ഉണ്ടായിട്ടുള്ളൊരു ദുരന്തമാണ് ഈ നമ്മളെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു രീതിയിൽ ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ ത്രിപുരയിലുണ്ടായിരുന്ന മരണങ്ങളും എണ്ണമൊക്കെ നമ്മൾ പറഞ്ഞു. മരണം എവിടെയായാലും വലിയൊരു നമുക്ക് സങ്കടകരമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രേഖകൾ കൊടുത്തില്ല, റിപ്പോർട്ട് കൊടുത്തില്ല, സമയത്ത് അത് കൊടുത്തില്ല, ഇത് കൊടുത്തില്ല എന്ന് പറയണേ. നേരിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് എല്ലാ സ്ഥലങ്ങളും ചുറ്റിയടിച്ച് ബോധ്യപ്പെട്ടു പോയൊരു കാര്യമല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല. പിന്നെ അദ്ദേഹം എന്താണ് അവിടെ കണ്ടത്? ഇല്ലെങ്കിൽ തന്നെ അധിക രേഖകൾ ചോദിക്കാമല്ലോ, രേഖകൾ പുതുക്കി തരാൻ പറയാമല്ലോ. അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ചോദിക്കാം, പുതുക്കിത്തരാം, നിങ്ങൾ പറഞ്ഞതിൽ വ്യക്തതയില്ല, ഇന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണം, ഇതെല്ലാം സ്വാഭാവികമായിട്ടും ചോദിക്കാണ്. പിന്നെ എല്ലാ കാര്യങ്ങളിലും NPC 2000 കോടി രൂപ ചോദിച്ചു. കേന്ദ്രം 2000 കോടി രൂപ തന്നെ അനുവദിക്കണമെന്ന് നമ്മൾ ആരും പ്രസ് ചെയ്ത് പറയുന്നില്ല. പക്ഷേ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ മുൻകാലങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാരുകൾ ചെയ്തിരുന്നത് ആ സംസ്ഥാനത്തിന് ആ പാക്കേജിനൊരു അഡ്വാൻസ് ചെയ്യുന്നൊരു രീതിയുണ്ട്. ഇപ്പോൾ ഇത്ര രൂപ ചോദിച്ചു, ഇത്ര രൂപ ഏകദേശം കണക്കാക്കുന്നു, ശരി ഞങ്ങളിപ്പോൾ ഒരു 500 കോടി രൂപ തരാം, ബാക്കി നമുക്ക് കണക്കുകൾ നോക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യൂ, നിങ്ങൾ ആവശ്യപ്പെടുന്ന രേഖകൾ സമർപ്പിക്കൂ, ഞങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ തരൂ. ഈ അഡ്വാൻസ് ചെയ്യുന്നൊരു രീതി പോലും അനുവർത്തിക്കാത്തത് എന്താണ് കേരളത്തോട്? ആ രീതി പോലും അനുവർത്തിക്കാത്ത ഒരവസ്ഥയിലേക്ക് അത് മാത്രവുമല്ല, ഈ ഹെലികോപ്റ്റർ വഴിയുള്ള രക്ഷാ ദൗത്യം നടത്തിയതിന് തിരിച്ച് പണം ചോദിക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ നാണം കെട്ട ഒരു രീതിയിലേക്ക് പോവുകയാണ്. പിന്നെ NPC ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇതിനകത്ത് കോൺഗ്രസിൻ്റെ ഒരു നിലപാടാണ്. ഇപ്പോൾ വയനാട്ടിലെ MP ആയിട്ടുള്ള ശ്രീമതി പ്രിയങ്ക ഗാന്ധി സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചു. അതായത് ഈ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ആശ്വാസം കൊടുക്കണം, അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യണം, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് ഇടപെടണം എന്നുള്ള രീതിയിലൊരു കത്തയച്ചിരിക്കുകയാണ്. അതേ വയനാടിൻ്റെ MP ഡൽഹിയിലാണ് സ്റ്റേ ചെയ്യുന്നത്, ഡൽഹിയിലാണ് കൂടുതൽ സമയമുള്ളത്. എന്തുകൊണ്ടാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ അടുത്ത് ഇതേപോലൊരു കത്ത് കൊടുത്തുകൂടെ? എൻ്റെ മണ്ഡലത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് സർക്കാരിൻ്റെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകാതിരുന്ന ഇന്ന് ആ വേദിയിൽ മുഴങ്ങിയ ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു അത്. ജോർജ് ജോസഫ് അത് പറയാതെ പോകാതിരിക്കാൻ കഴിയില്ല. കാരണം നേരത്തെ അത് ഇവിടെ സമരം നടക്കുമ്പോൾ മറ്റു പാർട്ടികളുടെ പ്രതിനിധികൾ വന്നപ്പോൾ വയനാട് MP വേണമെങ്കിൽ ആ സമരത്തിൽ ഒന്ന് പോകാം. തീർച്ചയായിട്ടും അവിടെ ചെന്ന് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധ ആകർഷിക്കുന്ന, പക്ഷെ അതും ചെയ്യുന്നില്ല. ഒരു ഇടവേളയ്ക്ക് സമയമായിരിക്കുകയാണ്. ഇടവേളയിലേക്ക് ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ വിദേശത്ത് പഠിച്ച ഡോക്ടറായാലോ? വിസിറ്റ് studyworldonline.com. എന്ത് ഭംഗിയുള്ള വീടാ! ഞാനൊക്കെ ഈ വീട്ടിൽ ജനിച്ചില്ലല്ലോ. അതിന് വീടല്ല മാറേണ്ടത്, വീടിന്റെ പെയിന്റ് മാറണം. SD ഷീൻ മാക്സ് ഇതിന്റെ ആന്റി ഏജിംഗ് ടെക്നോളജിയാൽ ചുമരുകളിലെ ഷൈൻ ഒരിക്കലും മങ്ങുകയില്ല. അങ്ങനെ നമുക്ക് ലഭിക്കും അകത്തും പുറത്തും നല്ല തിളങ്ങുന്ന ചുമരുകൾ. ഷീൻ മാക്സ് ഇമേഴ്ഷൻ ബൈ SD പെയിന്റ്സ്. പുറത്ത് പഠിക്കാൻ റെഡിയാ എങ്കിൽ സാൽവേ മറിയ. സാൽവേ മറിയ, വരൂ, പറക്കാം, പഠിക്കാം. ഇത് നടന്ന കാര്യം. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഐശ്വര്യ മലയാളിഷാദി.com രജിസ്റ്റർ ചെയ്തു. 1 മാസത്തിനുള്ളിൽ റോഹിത്തിനെ മീറ്റ് ചെയ്തു. ഇപ്പൊ ഞങ്ങൾ ഹാപ്പിലി മാരീഡ്. നിങ്ങൾ ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഡൗൺലോഡ് നൗ. ചുമ്മാതല്ല കിടക്കാച്ചകൾക്ക് ധൈര്യം. എളുപ്പം വൃത്തിയാക്കാവുന്ന ഇന്റീരിയർ എമൽഷൻ ആംകോസ് ആം ക്ലീൻ. ചുവരുകൾ എന്നും ക്ലീൻ, എപ്പോഴും ഷൈൻ. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു. കോൾ 1800-420-2233. ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ വിദേശത്ത് പഠിച്ച ഡോക്ടറായാലോ? വിസിറ്റ് studyworldonline.com. ഹലോ, വെള്ളത്തിന്റെ പ്രഷർ കൊണ്ട് ഇത്രയ്ക്കും പ്രഷറോ?
ഇൻഡിഗോ ലീക്ക് പ്രൂഫ് എമൽഷൻ. ഇത് ടെറസിൽ വീഴുന്ന വെള്ളത്തിന്റെ പ്രഷറിനെ പ്രതിരോധിക്കും. മറ്റേത് ബ്രാൻഡിനേക്കാളും ശക്തമായി. ഇൻഡിഗോ ലീക്ക് പ്രൂഫ് എമൽഷൻ. ഇനി നിങ്ങളുടെ റൂഫ് ശരിക്കും വാട്ടർ പ്രൂഫ്. കരുത്തും അതിനൊപ്പം നല്ല വഴക്കവുമാണ് യഥാർത്ഥ വിജയിയുടെ മുഖമുദ്ര. ശ്യാം സ്റ്റീൽ TMT ബാർ. ദിസ് ന്യൂസ് brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അല്പം സമയം മാത്രം എല്ലാവർക്കും ഇടയിൽ വിഭജിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, പ്രിന്റു മഹാദേവ്, ഞാൻ താങ്കളിലേക്ക് തന്നെ വരുന്നു. ചോദ്യങ്ങൾ, കൃത്യമായ ചോദ്യങ്ങൾ ഉണ്ട്. ഉത്തരങ്ങൾ, അതിനുള്ള കൃത്യത എത്രമാത്രം എന്ന് താങ്കൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ 3 അതിഥികളാണ് ഈ ചർച്ചയിലുള്ളത്. അവതാരകൻ എന്ന നിലയ്ക്ക് ഞാനുമുണ്ട്. പക്ഷെ 4ാമത് അല്ലെങ്കിൽ 5ാമത്, എന്നെ കൂടി കൂട്ടിയാൽ 5ാമതൊരു കൂട്ടർ ഇത് കേട്ടിരിക്കുന്നുണ്ട്. അവരാണ് നിങ്ങളുടെയും എൻ്റെയും ഈ രാജ്യത്തിൻ്റെയും ഒക്കെ വിധികർത്താക്കൾ. അവർക്ക് മുന്നിലാണ് ചോദ്യങ്ങൾ വയ്ക്കുന്നത്, അവർക്ക് മുന്നിലാണ് ഉത്തരങ്ങൾ വയ്ക്കുന്നത്. ഉത്തരങ്ങളുടെ കൃത്യത, താങ്കൾക്ക് അതിലെത്താമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് അതൊന്ന് നിർവഹിച്ച് നമുക്ക് ഈ ചർച്ച ഉപസംഹരിക്കാം. പ്രിന്റു മാഷേ. തീർച്ചയായും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഉത്തരം പറയാൻ എന്നെ അനുവദിക്കണം. അങ്ങ് ഇടപെടരുത്. ഞാൻ ഇടപെടില്ല. വിരാമവാക്യം. ഫണ്ട് ചെലവാക്കാതെ NDRFിനെ കുറിച്ചാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. നിങ്ങൾ അല്ല, ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ 2023-24 സാമ്പത്തിക വർഷത്തിൽ STRFിന്റെ ഫണ്ട് ഏജ് റിപ്പോർട്ട് പ്രകാരം കിടക്കുന്നത് 324 കോടി രൂപയാണ് സാർ. ഈ പണം നിങ്ങൾ എവിടെ ചെലവാക്കണമെന്നാണ് ഇനി പറയുന്നത്? 2024-25 അനുവദിച്ചത് 293 കോടിയാണ്. നിങ്ങൾ ഇതിന്റെ 25% നിങ്ങൾ ഇഷ്ടത്തിന് ചെലവഴിച്ചോ, ക്ലിഫ് ഹൗസിന് വേണ്ടി ചെലവഴിക്കോ, നവകേരള സദസ്സം നടത്തിക്കോ. ബാക്കി 75% പണം നിങ്ങൾ എവിടെയാണ് സാർ ചെലവഴിക്കേണ്ടത്? അത് ചെലവഴിച്ചിട്ടില്ലല്ലോ. ആ പണമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ പണം ചെലവഴിക്കാണ് കേന്ദ്രം പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ STRFിന്റെ ഫണ്ട് വക മാറ്റാനുള്ള അവസരം കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നു. അതാണ് നിങ്ങളുടെ കലിപ്പ്. എന്നിട്ട് നിങ്ങൾ ഗ്രാൻഡിനെ കുറിച്ച് പറയാണ്. ഇവിടെ 650 കോടിയുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നല്ലോ. ആ പണം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആ പണം നിങ്ങൾ 1 രൂപ പോലും ചെലവഴിക്കുന്നില്ലല്ലോ. പുനരധിവാസവുമായി ബന്ധപ്പെട്ട മെമ്മറാണ്ടം വൈകിപ്പിച്ചത് നിങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് റവന്യൂവിന്റെ നഷ്ടം എത്ര, അല്ലെങ്കിൽ നമ്മളുടെ ധനകാര്യ നഷ്ടം എത്ര, പൊതുമരാമത്തിന്റെ നഷ്ടം എത്ര, ഇത് കൃത്യമായി കണക്കാക്കാതെ നിങ്ങൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ലഡുവിന്റെയും ജിലേബിയുടെയും അതുപോലെ തന്നെ ഈ ബ്രെഡ് കൊടുത്തതിന്റെയും കണക്ക്, ശവം ദഹിപ്പിച്ചതിന്റെ കണക്ക് മാത്രം കൊടുത്തുകൊണ്ട് വലിയൊരു സംഖ്യ ഇട്ട് കൊടുത്താൽ സാർ ഇത് നടക്കില്ല. കാരണം ഞങ്ങൾക്കറിയാം, കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതികളുടെ വിഹിതം മുഴുവൻ ഇവിടെ വകം മാറ്റാൻ ചെലവഴിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പുണ്ട്, അതൊരു സംശയം വേണ്ട. വയനാട് ദുരന്തത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന 1 രൂപ പോലും പിണറായി വിജയന്റെ സർക്കാരിന് വകമാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് കൃത്യമായി ശാസ്ത്രീയമായിട്ടാണ് ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് അറിയാമല്ലോ എന്താണെന്ന്. നിങ്ങൾ STRFിന്റെ ഫണ്ട് ഇപ്പോൾ 327 വർഷത്തെ കിടക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ ഈ ക്യാപ്സൂളുകളൊന്നും പൊതുസമൂഹം വിശ്വസിക്കില്ല സാർ. താങ്കളുടെ വിരാമവാക്യങ്ങൾ മാത്രം, ജോർജ് ജോസഫ്, താങ്കളിലേക്ക് അവസാനിപ്പിക്കാനുള്ള 3-4 സെന്റൻസുകൾ. അതായത് INPC ഇതിനകത്ത് ഞാൻ ഇപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ. അതായത് ഈ ഏത് ഫണ്ടായാലും കേന്ദ്ര സർക്കാർ ഫണ്ടും ഏത് കാര്യങ്ങളും വകമാറ്റി ചെലവഴിക്കുന്നു പറഞ്ഞാൽ ഇത് ഓഡിറ്റിന് വിധേയമായിട്ടുള്ളൊരു കാര്യമല്ലേ? ഏതെങ്കിലും C&G ഓഡിറ്റിനകത്ത് NDRF ഫണ്ട് ഉപയോഗിച്ച് ക്ലിഫ് ഹൗസ് വൃത്തിയാക്കി, ക്ലിഫ് ഹൗസ് പെയിൻ്റ് അടിച്ചു വന്ന് ഒരു ആക്ഷേപം എവിടെയെങ്കിലും ഉന്നയിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഉന്നയിക്കാൻ കഴിയുമോ? CAG എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? CAG ഓഡിറ്റിന് വിധേയമല്ലേ ഗവൺമെന്റ് ഓരോ രൂപയും? അങ്ങനെ വരുമ്പോൾ എവിടെയാണ് വകമാറ്റി ചെലവഴിച്ചത്? 1 മിനിറ്റ് മാത്രം ഉപസംഹരിക്കും. അല്ല, ഒരു നിമിഷം. ആ തിരുവനന്തപുരത്തെ കൊലപാതക വാർത്ത വല്ലാതെ വഷളായി മാറിയിരിക്കുന്നു. അതിലേക്ക് പോകാനുണ്ട്. നമുക്ക് ഈ ചർച്ച തീർച്ചയായിട്ടും അവസാനിക്കും. പക്ഷേ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് പറയാൻ അനുവദിക്കണം. താങ്കൾ പറഞ്ഞ പോലെ അതിൽ STRF എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിന് മാത്രം വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഒരു ചോദ്യം ഇവിടെ വന്നു, കേരളം എന്ത് ചെയ്തു? കേരളം ചെയ്തത് മാത്രം കൂടെ ഞാൻ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതായത് കേരളം ആദ്യഘട്ടത്തിൽ നിന്ന് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് മന്ത്രിമാർ നേതൃത്വം നൽകി പലരെയും ജീവൻ രക്ഷിച്ചു. ചികിത്സയിൽ കഴിയുന്നവർക്ക് പിന്നെ അവരുടെ ചികിത്സ ഉറപ്പുവരുത്തി
തുടർ ചികിത്സ ആവശ്യം വന്നവർക്ക് 55,400 രൂപ വെച്ച് വലിയ പരിക്ക് പറ്റിയവർക്ക് കൊടുത്തു. എല്ലാവരും എല്ലാം നഷ്ടപ്പെട്ട് ഓടിയവരാണ്. അവർക്കെല്ലാം 10,000 രൂപ വെച്ച് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് 300 രൂപ വെച്ച് ഒരു കുടുംബത്തിലെ 2 പേർക്ക് പ്രതിദിനം പണം കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അത് 9 മാസം കൂടെ തുടരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. മരിച്ച ആളുകൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വെച്ച് കൊടുത്തിരിക്കുന്നു, കൈമാറിയിരിക്കുന്നു. എല്ലാവരെയും ക്യാമ്പുകളിൽ നിന്ന് ഒരു മാസത്തിനിടയിൽ തന്നെ വീടുകളിലേക്ക് മാറ്റി, വാടക വീടുകളിലേക്ക് മാറ്റി 6,000 രൂപ വാടക കേരളത്തിലെ ഗവൺമെൻറ് കൊടുക്കുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിക്കൊണ്ട് 600-ലധികം കുട്ടികളെ വിവിധ സ്കൂളുകളിലേക്ക് മാറ്റി ആവശ്യമായ അധ്യാപകർ ഉൾപ്പെടെ സംവിധാനം ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ 688 സർട്ടിഫിക്കറ്റുകൾ ഒറ്റ ദിവസം കൊണ്ട് കൊടുക്കുന്നു. ഇങ്ങനെ കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും പണമായി നൽകേണ്ടത് പണമായും അല്ലാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ആ നിലയിലും ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് കേന്ദ്രത്തിനോട് ഓരോരുത്തരും അവരവരുടെ നിലപാടിൽ നിൽക്കുകയാണ്. പക്ഷേ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് പണം കിട്ടുന്നില്ല എന്നതാണ് പ്രശ്നം. എന്തായാലും അതിൻ്റെ പിറകിൽ സൂചി കുത്തുവതിന്നിടം പാണ്ഡവർക്ക് കൊടുത്തിട എന്നൊരു മനോഭാവം പണ്ട് ഹസ്തിനപുരിയിൽ നിന്ന് മുഴങ്ങിയൊരു ശബ്ദമാണ്. ആ ശബ്ദത്തിൻ്റെ പ്രേതം, ആവേശിച്ചവരുടെ ശബ്ദം നമ്മളെ ബാധിക്കുന്നു, വയനാടിനെ ബാധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത റഫീഖിനും പ്രിൻറ്റു മഹാദേവിനും ജോർജ് ജോസഫിനും നന്ദി.